വെൽക്കം ടു ഓൾ. നമ്മള് ഇന്ന് മ്യൂച്വൽ ഓവിങ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മ്യൂച്വൽ ഓവിങ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈച്ച് അതർ, അതായത് ഒരു സബ്സിഡറി കമ്പനി പാരന്റ് കമ്പനിക്ക് കടം കൊടുത്തു. അപ്പൊ നോർമലി എന്തുണ്ടാവും, സബ്സിഡറി കമ്പനിയുടെ ഡെപ്റ്റേഴ്സിന്റെയിലും പാരന്റ് കമ്പനിയിലെ അത് ക്രെഡിറ്റേഴ്സ് ആയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാൻസാക്ഷൻസ്, അതാണ് മ്യൂച്വൽ ഓവിങ്സ് എന്ന് പറയുന്നത്. അത് നമ്മള് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ട ആവശ്യമില്ല. അത് സെപ്പറേറ്റ് ബാലൻസ് ഷീറ്റിൽ കാണുമ്പോൾ തന്നിണ്ടായിരിക്കും. അപ്പൊ ഒരാളുടെ അസറ്റ് സൈഡിലായിരിക്കും, മറ്റൊരാളുടെ ലൈബിലിറ്റി സൈഡിലായിരിക്കും. അത് രണ്ടും കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോകുന്നതാണ്. സോ നമ്മൾ എന്ത് ചെയ്യില്ല, മ്യൂച്വൽ ഓവിങ്സ് ഒന്നും കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ കാണിക്കില്ല. അപ്പൊ അത് മ്യൂച്വൽ ഓവിങ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ പെടുക എന്നാണ്. ഫസ്റ്റ് വൺ, ട്രേഡ് ഡെപ്റ്റേഴ്സ് ആൻഡ് ട്രേഡ് ക്രെഡിറ്റേഴ്സ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഹോൾഡിംഗ് കമ്പനി അല്ലെങ്കിൽ പാരന്റ് കമ്പനി കുറച്ച് ഗുഡ്സ് സബ്സിഡറി കമ്പനിക്ക് വിറ്റു, ക്രെഡിറ്റിലാണ് വിട്ടിരിക്കുന്നത്. ക്രെഡിറ്റ് എന്ത് ചെയ്തിട്ടില്ല, പാരന്റ് കമ്പനിക്ക് പേ ചെയ്തിട്ടില്ല. ക്രെഡിറ്റിൽ ക്യാഷ് പേ ചെയ്തിട്ടില്ല. അപ്പൊ എന്താണ്, പാരന്റ് കമ്പനിയുടെ അസറ്റ് സൈഡിൽ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള എമൗണ്ടിൽ എന്തുണ്ടാവും, ഈ സബ്സിഡറി കമ്പനിക്ക് വിറ്റ എമൗണ്ട് കൂടി ഉണ്ടാവും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3500 രൂപയുടെ ഗുഡാണ് പാരന്റ് കമ്പനി സബ്സിഡറി കമ്പനിക്ക് കടം കൊടുത്തതെങ്കിൽ, പാരന്റ് കമ്പനിയുടെ അസറ്റ് സൈഡിൽ ഡെപ്റ്റേഴ്സിന്റെ അവിടെ എന്തുണ്ടാവും, 3500 രൂപ ഉണ്ടാവും. സബ്സിഡറി കമ്പനിക്ക് കൊടുത്ത കാരണം സബ്സിഡറി കമ്പനിയെ സംബന്ധിച്ച് അതെന്താണ്, ലൈബിലിറ്റി ആണ്. അപ്പൊ അതിന്റെ ലൈബിലിറ്റി സൈഡില് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് എന്തുണ്ടാവും, 3500 ഉണ്ടാവും. നമ്മൾ നോർമലി അതെന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്യും. ഇറ്റ് വിൽ നോട്ട് ബി ഷോൺ ഇൻ ദ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. കാരണം രണ്ടിനും എന്താണ്, കമ്പൈൻ ചെയ്യുമ്പോൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ചെയ്ത് പോകുന്നതാണ്. സോ ആസ് പെർ IFRS we should not include അല്ലെങ്കിൽ we should not shown any mutual owings in the consolidated balance sheet. അതിപ്പോ ട്രേഡ് ഡെപ്റ്റേഴ്സ് ആൻഡ് ട്രേഡ് ക്രെഡിറ്റേഴ്സ് ആണെങ്കിലും, ബിൽ റിസീവബിൾ ആൻഡ് ബിൽ പേയബിൾ ആണെങ്കിലും, ഒരാളുടെ ബിൽ പേയബിൾ എന്നും ഒരാളുടെ ബിൽ റിസീവബിൾ. അതുപോലെ ലോൺസ് ആൻഡ് അഡ്വാൻസസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താണെങ്കിൽ, ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക്, ഒരു കമ്പനി എന്ന് പറയുമ്പോൾ പാരന്റ് കമ്പനി സബ്സിഡറി കമ്പനിക്ക് കൊടുത്താലും സബ്സിഡറി കമ്പനി പാരന്റ് കമ്പനിക്ക് കൊടുത്താലും we will avoid that. അതുപോലെ ഡിബഞ്ചേഴ്സ്, പാരന്റ് കമ്പനി ഇഷ്യൂ ചെയ്ത ഡിബഞ്ചർ സബ്സിഡറി സബ്സ്ക്രൈബ് ചെയ്താലും പാരന്റ് കമ്പനിക്ക് ക്യാപിറ്റൽ വരും, അവിടെ പോലെ സബ്സിഡറിക്ക് എന്ത് വരും, ഇൻവെസ്റ്റ്മെന്റ് വരും. അപ്പൊ അത് നേരെ തിരിച്ചാണെങ്കിലും സബ്സിഡറി ഇഷ്യൂ ചെയ്ത ഡിബഞ്ചർ പാരന്റ് കമ്പനി സബ്സ്ക്രൈബ് ചെയ്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, അത് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ കാണിക്കില്ല. മ്യൂച്വൽ ഓവിങ്സ് എല്ലാം നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ആ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം മനസ്സിൽ വെക്കേണ്ടത് ഈ കാര്യമാണ്, മ്യൂച്വൽ ഓവിങ്സ് നമ്മൾ എലിമിനേറ്റ് ചെയ്യും. രണ്ടാമത് മനസ്സിൽ വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്ര നാളും ചെയ്തു വന്നതൊക്കെ പോസ്റ്റ് അല്ലെങ്കിൽ പ്രീ അക്യൂസിഷൻ പ്രോഫിറ്റ് ഉള്ള കേസുകളാണ്. അപ്പൊ നമ്മൾ അത് എന്താ ചെയ്തിരുന്നത്, ആഡ് ചെയ്യാണ് ചെയ്തത്. ഈ പ്രോബ്ലത്തിനകത്ത് പ്രീ അക്യൂസിഷൻ ലോസ് ആണ്. അപ്പൊ നമ്മൾ എന്തായിരിക്കും നോർമലി ചെയ്യുക, പ്രോഫിറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ് ലോസിന് ഉണ്ടാവുക. അപ്പൊ അത് എന്ത് ചെയ്യും, ലെസ് ചെയ്യും. പ്രീ അക്യൂസിഷൻ പ്രോഫിറ്റ് ആഡ് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അത് ലെസ് ചെയ്യാണ് ചെയ്യുക. പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി കൃത്യമായിട്ട് മനസ്സിലാവും. ജസ്റ്റ് ഗോ ത്രൂ ദ പ്രോബ്ലം. Example 3. Sorry for that. Example 13. The following are the summarized balance sheet of A Limited and B Limited as 31st March 2020. B Limited is a subsidiary company of A Limited. അപ്പൊ ഇവിടെ എയുടെയും ബിയുടെയും ബാലൻസ് ഷീറ്റ് ഉണ്ട്. ബി എന്ന് പറയുന്നത് എയുടെ സബ്സിഡറി ആണ്. നമുക്ക് പറഞ്ഞതുപോലെ തന്നെ ഷെയർ ക്യാപിറ്റൽ ഓഫ് ഇക്വിറ്റി ഷെയർസ്, എക്ക് 1,50,000, 10 രൂപ വിലയുള്ളതാണ്. വാല്യൂ 1,50,000. ബി ലിമിറ്റഡ് എത്രയാണ്, 80,000 രൂപയാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അതിനും ഇക്വിറ്റി ഷെയറിന്റെ വാല്യൂ എത്രയാണ്, 10 രൂപ തന്നെയാണ് കേട്ടോ. അപ്പൊ എത്ര ഷെയർ ഉണ്ടാവും, 8,000 ഷെയർസ് ഉണ്ടാവും. ഇനി റിസർവ് ആൻഡ് സർപ്ലസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസില് എ ലിമിറ്റഡിന് 30,000, ബി ലിമിറ്റഡിന് ഒന്നുമില്ല. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ്, ലോസ് ആണ്. നമ്മൾ എത്രയാണ്, 20,000.
കറന്റ് ലയബിലിറ്റീസ് ട്രേഡ് പേയബിൾ 1,20,000, ബി ലിമിറ്റഡിന് 45,000. എ ലിമിറ്റഡിന്റെ ലയബിലിറ്റീസ് 3 lakh, ബി ലിമിറ്റഡിന്റെ 1,05,000. ഇനി അസറ്റ് സൈഡ് തന്നിട്ട് ഫിക്സഡ് അസറ്റ്സ് 1,75,000, 70,000. ഇൻവെസ്റ്റ്മെന്റ് 6,000 ഇക്വിറ്റി ഷെയർസ് ഇൻ ബി ലിമിറ്റഡ് അറ്റ് ദ കോസ്റ്റ് 40,000. അപ്പൊ 6,000 ഇക്വിറ്റി ഷെയർസ് ആണ് എക്വയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ 8,000 ഇക്വിറ്റി ഷെയർസ് ആണ് ആകെ ഉണ്ടായിരുന്നത്. അതിൽ 6,000 എക്വയർ ചെയ്തു. എത്ര രൂപയ്ക്ക്? 40,000. കറന്റ് അസറ്റില് ട്രേഡ് റിസീവബിൾ എക്ക് 85,000, ബിക്ക് 35,000 ആണ് ഉള്ളത്. ഇനി the debtors of A Limited include 75,000 due from B Limited. ഇവിടെയാണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റിന്റെ പ്രാധാന്യം. എ ലിമിറ്റഡിന്റെ ഡെപ്റ്റേഴ്സിൽ, അതായത് ട്രേഡ് റിസീവബിളില് എത്രയുണ്ട്? 7,500 എന്ന് പറയുന്നത് ബിയിൽ നിന്ന് ഡ്യൂ ആവാനുള്ളതാണ്, അതായത് സബ്സിഡറി കമ്പനിയിൽ നിന്ന് കിട്ടാനുള്ളതാണ്. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യും? കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ 7,500 കുറച്ചിട്ട് വേണം ട്രേഡ് റിസീവബിൾ എഴുതാൻ. ട്രേഡ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ ഡെപ്റ്റേഴ്സിന് ഈക്വൽ ആണ്. അപ്പൊ ഈ 85,000 എന്തുണ്ട്? 7,500 ബിന്ന് കിട്ടാനുള്ളതാണ്. നമ്മൾ പറഞ്ഞു മ്യൂച്വൽ സേവിങ്സ് നമ്മൾ എന്ത് ചെയ്യും? കുറച്ചിട്ടാണ് എഴുതുക. അപ്പൊ 85,000 പകരം നമ്മൾ എന്ത് ചെയ്താ? 85,000 മൈനസ് 7,500. അപ്പൊ ബിക്ക് എക്ക് കിട്ടാനുള്ളതാണ്. അപ്പൊ ബിനെ സംബന്ധിച്ച് എന്താണ്? കൊടുക്കാനുള്ളതാണ്. അപ്പൊ ട്രേഡ് പേയബിൾ. അപ്പൊ ഈ 45,000 എന്തുണ്ട്? എക്ക് കൊടുക്കാനുള്ള 7,500 ഉണ്ട്. അപ്പൊ 45,000 മൈനസ് 7,500 ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ മ്യൂച്വൽ ഓവിങ്സ് ഒഴിവാക്കേണ്ടത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്താണ്? എ ലിമിറ്റഡ് അക്വയർഡ് ദ ഷെയർ ഓഫ് ബി ലിമിറ്റഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓൺ 1st July 2019 when the subsidiary company has a debit balance of statement of profit and loss of 30,000. ഇവിടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിന് എന്താണത്? ഡെബിറ്റ് ബാലൻസ് ആണുള്ളത്, അതായത് ലോസ് ആണ് 30,000 രൂപ. അപ്പൊ അക്വയർ ചെയ്യുന്ന സമയത്ത് 30,000 രൂപ ലോസ് ആണ് ഉണ്ടായിരുന്നത് ഓപ്പണിംഗ് ബാലൻസ്. ക്ലോസിംഗ് ബാലൻസ് പക്ഷെ എത്ര തന്നിരിക്കുന്നത്? ക്ലോസിംഗ് ബാലൻസ് തന്നിരിക്കുന്നത് 20,000 ആണ്. അതായത് 10,000 രൂപ ഇക്കൊല്ലം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത കാരണമാണ് അത് അഡ്ജസ്റ്റ് ചെയ്തപ്പോ 30,000 എന്നുള്ള ലോസ് 20,000 ആയിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. പിന്നെ പ്രിപ്പയർ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. നമുക്കറിയാം കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ ആദ്യം വേണ്ടത് എത്ര ശതമാനം ഷെയർ ബിയുടെ എ അക്വയർ ചെയ്തതാണ്. അത് ഡയറക്ട്ലി തന്നിട്ടില്ല. പക്ഷെ നമുക്ക് ഇവിടെ ബാലൻസ് ഷീറ്റിൽ എന്തുണ്ട്? 6,000 ഷെയർസ് ആണ് അക്വയർ ചെയ്തതെന്ന് തന്നിട്ടുണ്ട്. മൊത്തം ബിക്ക് എത്ര ഷെയർ ഉണ്ട്? 80,000 രൂപയുടെ ക്യാപിറ്റൽ ആണത്, 10 രൂപയുടെ. അപ്പൊ 80,000 ബൈ 10 ചെയ്ത് എത്ര കിട്ടും? ടോട്ടൽ ഷെയർ കിട്ടും. എത്രയാണ്? 8,000 ഷെയർസ് ആണ് ബിക്ക് ഉള്ളത്. അതിൽ 6,000 എ അക്വയർ ചെയ്തു അല്ലെ. അപ്പൊ ബാക്കി മൈനോറിറ്റിയുടെ ഇൻട്രസ്റ്റ് എത്രയാണ്? 8,000 മൈനസ് 6,000 എത്രയാണ്? 2,000 മൈനോറിറ്റി അക്വയർ ചെയ്തായിരിക്കും. ഇനി നമുക്ക് ശതമാനം തന്നിട്ടില്ല. അപ്പൊ 8,000 ഷെയർ ഉള്ളതില് 6,000 ആര് അക്വയർ ചെയ്തു? എ അക്വയർ ചെയ്തു. അപ്പൊ എത്ര ഇതാണെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? 6,000 ഡിവൈഡഡ് ബൈ 8,000. ബിക്കോ 8,000 എന്നുള്ളതിൽ 2,000 മൈനോറിറ്റി ആണ്. അപ്പൊ സോറി നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ 2,000 ഡിവൈഡഡ് ബൈ 8,000 ചെയ്യും. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നേരിട്ട് പെർസെന്റേജ് തന്നിട്ടില്ലെങ്കിൽ എത്ര പ്രപ്പോർഷൻ, അതായത് ഷെയറില് എത്ര 3/4, 1/5 എന്നൊക്കെ ഇല്ല, അത് എത്രയെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ അതിനെന്താ ചെയ്യാ? എത്രയാണോ അക്വയർ ചെയ്ത നമ്പർ ഓഫ് ഷെയർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സബ്സിഡറി. 6,000 ബൈ 8,000 അതായത് 3/4. ബിയോ 8,000-ൽ 2,000 അപ്പൊ 2,000 ബൈ 8,000 അപ്പൊ 1/4. അപ്പൊ റേഷ്യോ എത്രയാണ്? 3:1 ആണ്. അപ്പൊ 3/4 ഷെയർ ആർ അക്വയർ ചെയ്തു? എ അക്വയർ ചെയ്തു. 1/4 ഈസ് ഇൻ ഹാൻഡ് ഓഫ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ നമ്മള് പ്രീ അക്വിസിഷൻ ലോസിന്റെ ഷെയർ കാണുമ്പോഴും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഷെയർ കാണുമ്പോഴും പാരന്റ് കമ്പനിക്ക് എത്ര അവകാശം? 3/4 ഈസ് ഗോസ് ടു എന്താണ്? പാരന്റ് കമ്പനി. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിന്റെ ഷെയർ ആണ് കാണാറ്. ഇവിടെ പ്രീ അക്വിസിഷൻ എത്രയാണ്? പ്രോഫിറ്റ് അല്ല, ലോസ് ആണ് അല്ലെ, ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പൊ 30,000 രൂപ ലോസ് ഉണ്ട്. അതില് എത്ര രൂപ പാരന്റ് കമ്പനി ഏറ്റെടുക്കും? 30,000 3/4 ഭാഗം ഷെയർ ആണ് പാരന്റ് കമ്പനി അക്വയർ. അപ്പൊ ലോസിന്റെ 3/4 ഭാഗം പാരന്റ് കമ്പനി ഏറ്റെടുക്കും. അപ്പൊ 30,000 ഇൻറ്റു 3/4 എന്ന് എഴുതിയാലും മതി കേട്ടോ.
വലുതാക്കി എഴുതിന്ന് മാത്രം. അപ്പൊ 30,000 3/4 എന്ന് കിട്ടുന്നത് 6000/8000 ചെയ്യുമ്പോൾ 6/8, അതായത് 3/4. 30,000 ഇൻറ്റു 3/4 ചെയ്യുമ്പോൾ 22,500. അപ്പൊ പ്രീ അക്യൂസിഷൻ ലോസിന്റെ 22,500 രൂപ ആര് ഏറ്റെടുത്തു? പാരന്റ് കമ്പനി ഏറ്റെടുത്തു. ഇനി കാൽക്കുലേഷൻ ഓഫ് പോസ്റ്റ് അക്യൂസിഷൻ പ്രോഫിറ്റ്. നമുക്കറിയാം നമ്മൾ പോസ്റ്റ് അക്യൂസിഷൻ പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാറ്? പ്രോഫിറ്റ് ആണെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് ഇൻ ബാലൻസ് ഷീറ്റ് മൈനസ് പ്രീ അക്യൂസിഷൻ പ്രോഫിറ്റ് ആണ് ചെയ്യാറ്. അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഇവിടെ പക്ഷെ ലോസ് ആണെന്ന് മാത്രം. എത്രയാണ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലുള്ള പ്രോഫിറ്റ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ബാലൻസ് 20,000 രൂപ ലോസ് ആണ്. പക്ഷെ പ്രീ അക്യൂസിഷൻ ലോസ് എത്രയുണ്ട്? 30,000 രൂപ ലോസ് ആണ് അക്വയർ ചെയ്തുണ്ടായിരുന്നത്. അത് അക്വയർ ചെയ്ത് 1 വർഷത്തിന് ശേഷം എത്രയായി? 20,000 രൂപയായി. അപ്പൊ 10,000 രൂപ ലോസ് കുറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണ്? 10,000 രൂപയുടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഡിഫറൻസ് ആണ് പ്രീ അക്യൂസിഷൻ പോസ്റ്റ് അക്യൂസിഷൻ പ്രോഫിറ്റ്. ഓപ്പണിംഗ് ബാലൻസ് 30,000 രൂപയുടെ ലോസ് ഉണ്ടായിരുന്നു. എത്രയായി അവസാനിച്ചപ്പോ? 20,000 രൂപയായി. അപ്പൊ 10,000 രൂപ കുറഞ്ഞു ഡെബിറ്റ് ബാലൻസ്. അതിന്റെ അർത്ഥം എന്താണ്? അക്കൊല്ലൊരു 10,000 രൂപ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത കാരണമാണല്ലോ ലോസ് സെറ്റ് ഓഫ് ചെയ്ത് പോയത്. അപ്പൊ ഇക്കൊല്ലം ഉണ്ടായ പ്രോഫിറ്റ് എത്രയാണ്? 10,000 രൂപയുടെ പ്രോഫിറ്റ് ആണ്. അപ്പൊ പോസ്റ്റ് അക്യൂസിഷൻ പ്രോഫിറ്റ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രീ അക്യൂസിഷൻ ലോസ് കുറഞ്ഞിട്ട് 20,000 ആയത്. അപ്പൊ ആ പ്രോഫിറ്റിന്റെ 3/4 ആർക്ക് അവകാശപ്പെട്ടതാണ്? പാരന്റ് കമ്പനിക്ക്. 1/4 നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. അപ്പൊ 10,000 ഇൻറ്റു 6000/8000 ചെയ്യാം, അല്ലെങ്കിൽ 3/4 ചെയ്താൽ മതി. ഇപ്പൊ 7,500 രൂപ എന്താണ് നമ്മുടെ പാരന്റ് കമ്പനിക്ക് അവകാശപ്പെട്ടത്. ഇത് സെപ്പറേറ്റ് കാണാൻ കാരണം എന്താണ്? ഷെയർ ഓഫ് പാരന്റ് കമ്പനി ഇൻ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഈസ് ട്രീറ്റഡ് ആസ് റവന്യൂ പ്രോഫിറ്റ് ആൻഡ് ഇറ്റ് വിൽ ഷോൺ ഇൻ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഗുഡ്വിൽ ആണ്. ഞാൻ പറഞ്ഞു നമ്മൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആയിരുന്നപ്പോ ആഡ് ചെയ്ത എല്ലാ സ്ഥലങ്ങളിലും എന്ത് വരും? ലെസ്സിങ് ആണ് വരിക. കാരണം എന്താണ്? പ്രോഫിറ്റ് അക്വയർ ചെയ്യുന്നതിന് പകരം നമുക്ക് കിട്ടിയിരിക്കുന്നത് ലോസ് ആണ്. അപ്പൊ വാല്യൂ കുറയാണ് ചെയ്യുന്നത്. നമ്മൾ കൺസിഡറേഷൻ കൊടുത്തത് ആ ലോസിനും കൂടിയാണ്. അപ്പൊ നമുക്കറിയാം ഗുഡ്വിൽ എന്ന് പറഞ്ഞ എക്സസ് ഓഫ് കൺസിഡറേഷൻ പെയ്ഡ് ഓവർ നെറ്റ് വാല്യൂ ഓഫ് അസറ്റ് ആണ്. ഇവിടെ കൺസിഡറേഷൻ എത്രയാണ്? 6,000 ഇക്വിറ്റി ഷെയർ മേടിക്കാൻ വേണ്ടിയിട്ട് 40,000 രൂപയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ കാൽക്കുലേഷൻ ഓഫ് എന്താണ് കൺസിഡറേഷൻ പെയ്ഡ് ഫോർ ബീസ് ഷെയർ എത്രയാണ്? 40,000. ഇനി നമ്മള് നോർമലി എന്താണ് 40,000. ഇനി നമുക്ക് വേണ്ടത് ആ കൺസിഡറേഷൻ നമ്മൾ എന്താ കുറയ്ക്കാതെ വാല്യൂ ഓഫ് ഷെയർസ് അക്വയർഡ്, പിന്നെ പ്രോഫിറ്റ് എന്തുണ്ടെങ്കിൽ അതും കൂടിയിട്ടാണ് കുറയ്ക്കാറ്. ഇവിടെ പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾക്ക് എന്താണ് ഇവിടെ നമുക്ക് റിസർവ് ഒന്നല്ല, നമുക്ക് ഒരു ഇൻകം ഒന്നല്ല കിട്ടിയിരിക്കണത്. അസറ്റിൽ ഉണ്ടായ ലോസ് ആണ് നമ്മൾ അക്വയർ ചെയ്തത്. സോ വാല്യൂ ഓഫ് ഷെയർസ് അത് കുറച്ചിട്ടുള്ള എമൗണ്ട് വേണം നമ്മൾ അവിടെ കുറയ്ക്കാനായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത് പ്രീ അക്യൂസിഷൻ പ്രോഫിറ്റ് എവിടെയൊക്കെ ആഡ് ചെയ്തു അവിടെയൊക്കെ എന്ത് ചെയ്യും? ലോസ് ആണെങ്കിൽ കുറയ്ക്കും. ഇനി വാല്യൂ ഓഫ് ഷെയർസ് എന്താണ്? 6,000 ഷെയർസ് ആണ് അക്വയർ ചെയ്ത് 10 രൂപയുടെ. അപ്പൊ 60,000 രൂപയുടെ ഷെയർ അക്വയർ ചെയ്യാൻ 40,000 രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 60,000 രൂപയുടെ ഷെയർ മാത്രമല്ല നമ്മൾ അക്വയർ ചെയ്തിരിക്കുന്നത് എന്താണ്? പ്രീ അക്യൂസിഷൻ ലോസ് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. പ്രീ അക്യൂസിഷൻ പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. 60,000 പ്ലസ് ആ പ്രോഫിറ്റ് ആഡ് ചെയ്യും. കാരണം അത്രയും വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതാണ് കുറയ്ക്കുക. ഇവിടെ നമുക്ക് ലോസ് ആണ് നമ്മൾ ഏറ്റെടുത്തത്. അപ്പൊ അത് ഈ വാല്യൂവിൽ നിന്ന് കുറച്ചിട്ടുള്ള എമൗണ്ട് വേണം ഇവിടെ മൈനസ് ചെയ്യാൻ. എത്രയാണ് ഷെയർ ഇൻ പ്രീ അക്യൂസിഷൻ ലോസ്? 22,500. അപ്പൊ 60,000 രൂപ വിലയുടെ ഷെയർ നമ്മൾ അക്വയർ ചെയ്തു, പക്ഷെ 22,500 ലോസും ആണ് അക്വയർ ചെയ്തത്. സോ നെറ്റ് വാല്യൂ എന്താണ്? 60,000 മൈനസ് 22,500, 37,500 രൂപയുടെ അസറ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ എത്രയാണ്? 40,000 രൂപ നമ്മൾ അതിന് പേ ചെയ്തിട്ടുണ്ട്. അപ്പൊ 40,000 മൈനസ് 37,500 എത്രയാണ്? 2,500 ആണ് ഗുഡ്വില്ല് ഉള്ളൂ. പക്ഷെ ഇവിടെ പ്രീ അക്യൂസിഷൻ പ്രോഫിറ്റ് ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 60,000 രൂപയുടെ ഷെയറും കിട്ടി, പ്രോഫിറ്റും കിട്ടി. അപ്പൊ അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ആ എമൗണ്ട് കുറയ്ക്കും. ഇവിടെ 60,000 രൂപയുടെ ഷെയർ കിട്ടി, പക്ഷെ അവിടെ പ്രീ അക്യൂസിഷൻ ലോസ് ആണ് കിട്ടിയത്. ദാറ്റ് ഈസ് ഡിക്രീസ് ഇൻ വാല്യൂ ഓഫ് ഷെയർസ്. അപ്പൊ അതവിടെ കുറച്ചിട്ടുള്ളത് വേണം. ഇവിടെ 37,500 രൂപയുടെ അസറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അതിനാണ് നമ്മൾ 40,000 കൊടുത്തത്. അപ്പൊ 40,000 മൈനസ് 37,500 2,500 ആണ് കോസ്റ്റ് ഓഫ് കൺട്രോൾ ഓർ ഗുഡ്വിൽ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മൈനോറിറ്റിയുടെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം നമുക്കറിയാം ഷെയർ ഓഫ് മൈനോറിറ്റി ഇൻ ക്യാപിറ്റൽ. 2,000
ഷെയർസ് ആണ് മൈനോറിറ്റി അക്വയർ ചെയ്തിരിക്കുന്നത്. വാല്യൂ ഓഫ് ഷെയർ 2000 ഇൻറ്റു 10 20,000. പിന്നെ നമുക്കറിയാം ഇവിടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഉള്ള ഷെയർ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. ഇവിടെ എന്താണ് പ്രീ അക്വിസിഷൻ ലോസ് ആണ്. അപ്പൊ പ്രീ അക്വിസിഷൻ ലോസ് ഉള്ള ഷെയർ നമ്മൾ എന്ത് ചെയ്യുക, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആഡ് ചെയ്യുക, പ്രീ അക്വിസിഷൻ ലോസ് എന്ത് ചെയ്യുക, കുറയ്ക്കുകയാണ് ചെയ്യുക. അപ്പൊ 30,000 ആണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. അതില് 2000 ഷെയർസ് ആണ് നമ്മുടെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത്. അതായത് നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ട് 1/4 ഭാഗം ഷെയർ ആണ് അക്വയർ ചെയ്തത്. ഒന്നല്ലെങ്കിൽ 30,000 ഇൻറ്റു 1/4 ചെയ്യാം, അല്ലെങ്കിൽ 2000/8000 ചെയ്യാം. തന്നെയാണ് ഈ 1/4. 3 0 വെട്ടിപ്പോയി 1/4. അപ്പൊ 30,000 ഇൻറ്റു 1/4 എത്രയാണ്? 1/4 എത്രയാണ്? 30,000 ഇൻറ്റു 1/4 ചെയ്യുമ്പോ നമുക്ക് എത്ര കിട്ടും? 7,500 ആണ് കിട്ടുക. അപ്പൊ 30,000 ഇൻറ്റു 1/4 ഇതിപ്പോ 7,500 രൂപയുടെ ലോസ് ആർക്ക് അവകാശപ്പെട്ടത്? ആർക്കാണ്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിന്റെ വാല്യൂ എന്ന് പോണതാണ്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുക. ഇവിടെ ലോസ് ആയ കാരണം കുറയ്ക്കണം. അപ്പൊ ബ്രാക്കറ്റിൽ കാണിക്കുക 7,500. ഇനി എന്താണ്? പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. അതുകൊണ്ടാണല്ലോ 30,000 ലോസ് ഉണ്ടായിരുന്നത്. ഇവരത്തെ കൊല്ലായ്പ 20,000 രൂപ. അതായത് ലോസ് കുറഞ്ഞു. ദാറ്റ് ഈസ് അവിടെ പ്രോഫിറ്റ് ജനറേറ്റ് ആയി. അപ്പൊ 10,000 രൂപയാണ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിന്റെ 1/4 ഭാഗം ആർക്ക് അവകാശപ്പെട്ടതാണ്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. 10,000ന്റെ 1/4 ഭാഗം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10,000 ഇൻറ്റു 1/4 അല്ലെങ്കിൽ 2000/8000 ചെയ്താൽ മതി. എത്രയാണ്? 2,500 ഇവിടെ പ്രോഫിറ്റ് ആണ്. സോ അത് ആഡ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ 20,000 പ്ലസ് 2,500 മൈനസ് 7,500, കാരണം അവിടെ ഒരു ലോസ് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ മൊത്തം നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിന്റെ വാല്യൂ എത്രയാണ്? 15,000 ആണ്. അപ്പൊ മൈനോറിറ്റി ഒന്നുമില്ല, പ്രോഫിറ്റ് ആഡ് ചെയ്തോടത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഷെയർ ഇൻ പ്രീ അക്വിസിഷൻ ലോസ് ആണെങ്കിൽ അതൊക്കെ ലെസ് ചെയ്യാണ് വേണ്ടത് എന്ന് ഓർത്താൽ മതി. ഇനി പിന്നെ കാണിക്കേണ്ടത് നമുക്കറിയാം, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ട എ ലിമിറ്റഡിന്റെ ഇത്. അത് നമ്മൾ ഈ പ്രോബ്ലത്തിൽ ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് കാണിച്ചേക്കുന്നത്. നമ്മൾ നോർമലി അത് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കാണിക്കാൻ. അങ്ങനെ ചെയ്താലും മതി. നമുക്കറിയാം ഷെയർ ഓഫ് പാരന്റ് കമ്പനി ഇൻ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ കാണിക്കാറുണ്ട്. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എത്രയാണ്? 10,000. പാരന്റ് കമ്പനി എത്ര ഷെയർ അക്വയർ ചെയ്തേക്കണേ? 3/4 ഭാഗം, അതായത് 6,000/8000. അപ്പൊ 10,000 ഇൻറ്റു 6,000/8000 7,500 രൂപ. അതായത് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിന്റെ 2,500 NCIക്കും 7,500 പാരന്റ് കമ്പനിക്ക്. ഈ പാരന്റ് കമ്പനിയുടെ അവകാശം നമ്മൾ എന്ത് ചെയ്യണം? കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ കാണിക്കും. ഒന്നില്ലെങ്കിൽ ഷെയർ ഇൻ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ കാണിച്ചാൽ മതി, അല്ലെങ്കിൽ പാരന്റ് കമ്പനിയുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റില് അതിന്റെ ബാലൻസിന്റെ കൂടെ ആഡ് ചെയ്ത് കാണിച്ചാൽ മതി. ഇവിടെ ബാലൻസ് ഷീറ്റിൽ പാരന്റ് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നിരിക്കുന്നത് 30,000 ആണ്. അതിന്റെ കൂടെ ഈ പോസ്റ്റ് അക്വിസിഷനുള്ള ഷെയർ 7,500. അപ്പൊ എത്രയാണ്? 37,500 ആയി മാറും. അത് അങ്ങനെ കാണിക്കാന്നില്ല, നമ്മൾ ഇതുവരെ ചെയ്ത പോലെ സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചാലും മതി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ഷെയർ ക്യാപിറ്റൽ നമുക്കറിയാം സബ്സിഡറിയുടെ ഒഴിവാക്കും. എത്രയാണ് ഇതാ? 1,50,000. അപ്പൊ ഷെയർ ക്യാപിറ്റൽ 1,50,000. ഇനി റവന്യൂ ആൻഡ് സർപ്ലസ് എയുടെ 30,000 ആണ് ഉള്ളത്. നമുക്ക് എന്തുണ്ട്? ഒരു ഷെയർ ഇൻ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഉണ്ട് പാരന്റ് കമ്പനിക്ക് 7,500. നമുക്കിത് ഒന്നില്ലെങ്കിൽ ആഡ് ചെയ്ത് കാണിക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് 30,000 ഷെയർ ഇൻ പോസ്റ്റ് അക്വിസിഷൻ 7,500 എന്ന് പറയുന്നത് സെപ്പറേറ്റ് കാണിക്കാം. ഈ പ്രോബ്ലത്തിൽ രണ്ടും കൂടി കൂട്ടിയിട്ടാണ് കാണിച്ചത്. രണ്ടും ചെയ്താലും തെറ്റില്ല. അപ്പൊ നമ്മൾ 37,500 എന്ന് എഴുതുക. അപ്പൊ അത് നമ്മൾ കണ്ടുവെച്ചൂല അവസാനം. അപ്പൊ റിസർവ് ആൻഡ് സർപ്ലസ് 37,500. കാരണം എന്താണ്? പാരന്റ് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ബാലൻസ് പ്ലസ് ഷെയർ ഇൻ പ്രീ അക്വിസിഷൻ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് 7,500. അപ്പൊ 37,500. പിന്നെ നമുക്കറിയാം നോൺ കറന്റ് ലൈബിലിറ്റി ഉണ്ട് NCI. NCIയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. എത്രയാണ്? 2,500 ആണ്. 2,500 അല്ല, എത്രയാണ്? 15,000 ആണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിന്റെ വാല്യൂ. അപ്പൊ നോൺ കറന്റ് ലൈബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് NCI കാണിക്കുക. എന്ത്? 15,000. പിന്നെ അടുത്തായിട്ട് എന്താണ്? ട്രേഡ് പേയബിൾ. നോർമലി നമ്മളത് 1,20,000 പ്ലസ് 45,000 പറഞ്ഞ് ആഡ് ചെയ്ത് പോവാറുണ്ട്. പക്ഷെ ഇവിടെ അഡ്ജസ്റ്റ്മെന്റിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഒരു മ്യൂച്വൽ ഓവിങ്സ് ഉണ്ട് 7,500. ദ ഡെപ്റ്റേഴ്സ് ഓഫ് എ ലിമിറ്റഡ് എന്ന് പറയുന്നത് ബിയിൽ നിന്നും ബി കൊടുക്കാനുള്ള 7,500 ആണ്. അതായത്
പാരന്റ് കമ്പനിയുടെ ഡെപ്റ്റർ ആണെങ്കിൽ അത് സബ്സിഡറി കമ്പനിയുടെ എന്തായിരിക്കും, ക്രെഡിറ്റർ ആയിരിക്കും, അതായത് ട്രേഡ് പേയബിൾ ആയിരിക്കും. അപ്പൊ മ്യൂച്വൽ സേവിങ്സ് നമ്മൾ കുറയ്ക്കണം. അപ്പൊ 1,20,000 പ്ലസ് 45,000 മൈനസ് 7,500 ചെയ്യണം. മ്യൂച്വൽ സേവിങ്സ് ഒഴിവാക്കിയിട്ട് വേണം നമ്മള് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ. മ്യൂച്വൽ സേവിങ്സ് ഒഴിവാക്കുമ്പോൾ ശ്രദ്ധിക്കണം, രണ്ട് സ്ഥലത്ത് ഒഴിവാക്കണം. ഒരിക്കലും ഒരു സ്ഥലത്തായിട്ട് കുറയ്ക്കേണ്ടി വരില്ല. ഒന്നല്ലെങ്കിൽ ട്രേഡ് പേയബിളിലും ട്രേഡ് റിസീവബിളിലും, അത് അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സിലും ക്രെഡിറ്റേഴ്സിലും, അല്ലെങ്കിൽ ലോൺസിലും അഡ്വാൻസിലും, രണ്ട് സ്ഥലത്തും കുറയ്ക്കേണ്ടി വരും. ട്രേഡ് പേയബിള് 1,20,000 പ്ലസ് 45,000 പ്ലസ് 7,000, 1,57,500. ഇത് 1,50,000 പ്ലസ് 37,500 പ്ലസ് 15,000 പ്ലസ് 1,57,000 എത്രയാണ്, 3,60,000. നമുക്ക് അടുത്തത് എന്ന് പറയുന്നത് അസറ്റ് സൈഡ് ആണ്. ഫിക്സഡ് അസറ്റ്സ് എത്രയാണ്, 1,75,000 പ്ലസ് 70,000. ഫിക്സഡ് അസറ്റ് 1,75,000 പ്ലസ് 70,000, 2,40,000. പിന്നെ നമുക്ക് വല്ല അസറ്റും ഉണ്ടോ, നമുക്കറിയാം ഗുഡ്വിൽ എന്ന് പറഞ്ഞ ഒരു അസറ്റ് നമ്മൾ കാണിക്കാറുണ്ട്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് ഗുഡ്വിൽ 2,500 ആണെന്ന്. അപ്പൊ ഗുഡ്വിൽ എന്ന് പറഞ്ഞിട്ട് എത്ര ചെയ്താ, 2,500 നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ ഗുഡ്വില് 2,500. പിന്നെ അടുത്തായിട്ട് എന്താണ്, കറണ്ട് അസറ്റ്, ട്രേഡ് റിസീവബിൾ. ഞാൻ പറഞ്ഞു മ്യൂച്വൽ സേവിങ്സ് ഉണ്ടെങ്കിൽ രണ്ട് സ്ഥലത്ത് കുറയ്ക്കേണ്ടി വരും. അപ്പൊ 85,000 എന്തുണ്ട്, ഈ 7,500 ഉണ്ട്. അപ്പൊ ട്രേഡ് റിസീവബിൾ എത്രയാണ്, 85,000 മൈനസ് 7,500 പ്ലസ് 35,000 ചെയ്യണം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സേവിങ്സ് ഒഴിവാക്കണം. അപ്പൊ 85,000 മൈനസ് 7,500 പ്ലസ് 35,000 ചെയ്യുമ്പോൾ എത്രയാണ്, 1,12,500. സാധാരണ നമ്മൾ കൂട്ടാണ് ചെയ്യാറ്. പക്ഷെ മ്യൂച്വൽ സേവിങ്സ് ഉണ്ടെങ്കിൽ രണ്ട് സ്ഥലത്തു നിന്നും അത് ലെസ് ചെയ്യണം. വി വിൽ അവോയ്ഡ് മ്യൂച്വൽ സേവിങ്സ് ഇൻ പ്രിപ്പയറിംഗ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. അപ്പൊ അസറ്റ് സൈഡിന്റെ ടോട്ടൽ എത്ര, 2,40,000 പ്ലസ് 2,500 പ്ലസ് 1,12,500, 3,60,000 ആയി. അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിങ്ങനെ വീഡിയോ കേട്ടത് കൊണ്ട് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നേരിട്ടല്ലാത്തതിന്റെ പോരായ്മകൾ ഉണ്ട്. പക്ഷെ നിങ്ങളത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഈ പ്രോബ്ലത്തിലുള്ളൂ. ഒന്നാമത്തത്, ഈ പ്രോബ്ലത്തിൽ പോസ്റ്റ് അക്വിസിഷൻ ലോസ് ആണ്. അതുകൊണ്ട് തന്നെ ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും മൈനോറിറ്റിയുടെ കൺട്രോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും വാല്യൂ അത്രയും നമ്മൾ കുറയ്ക്കണം. വാല്യൂ ഓഫ് minority decreased by the amount of pre-acquisition loss, and value of goodwill also decreased by the amount of pre-acquisition loss. പിന്നെ ശ്രദ്ധിക്കേണ്ടത് മ്യൂച്വൽ സേവിങ്സ് ആണ്. ഒരാൾക്ക് ഡെപ്റ്റർ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറ്റാളുടെ ക്രെഡിറ്ററിലും അത് ഉണ്ട് എന്നാണ്. കാരണം എ എന്നുള്ള കമ്പനി ബിക്ക് കടം കൊടുത്തു. അപ്പൊ എയുടെ ഡെപ്റ്ററിൽ വരും, ബിയുടെ ക്രെഡിറ്ററിൽ വരും. അപ്പൊ ഇവിടെ കുറയ്ക്കുമ്പോൾ അത് അവിടെയും കുറയ്ക്കണം. രണ്ടിൽ നിന്നും അത് ലെസ് ചെയ്തിട്ട് വേണം കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.